ഹലോ, നാളെ രാവിലത്തേക്ക് എന്തുണ്ടാക്കുമെന്ന് രാത്രി കിടക്കാൻ പോയപ്പോഴാണ് കേട്ടോ ആലോചിച്ചത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അന്ന് നാളെ രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന്. പാലപ്പോ വെള്ളയപ്പോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ ഇപ്പോൾ രാത്രി വെള്ളത്തിലിട്ടാൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. മതി, ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കണതിന് മുമ്പ് അരി വെള്ളത്തിലിട്ടാലും മതി. നമുക്ക് നല്ല സ്വാദിഷ്ടവും നല്ല സോഫ്റ്റുമായ അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, ഒരു പാടുമില്ല. അപ്പം ഞാൻ അതിനു വേണ്ടി തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരി എടുത്തിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ട് ആ കഴുകിയ അരി വേണം നമ്മൾ വെള്ളത്തിലിടാൻ, കഴുകാതെ ഇടരുത്. കാരണം നമുക്ക് ആ വെള്ളവും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് കഴുകിയ അരി വേണം വെള്ളത്തിലിടാൻ. എന്നിട്ട് തോനെ വെള്ളം എടുക്കരുത് കേട്ടോ, ആ അരി ഒന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം എടുക്കണം. എന്നിട്ട് ഞാൻ ആ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഞാനൊന്ന് അരിച്ച് ആ നമ്മുടെ അരിയിട്ട വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങ വെള്ളം ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചോറിൽ ആ ചോറും ഒരു 2 തവി ഇടുന്നുണ്ട്. ചെറിയ തവിയാണ് കേട്ടോ, വലിയ തവിയൊന്നുമല്ല. അപ്പോൾ കുറച്ച് ചോറും കൂടി ചേർക്കുക. തേങ്ങ എന്തോരം എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം അധികം വേണ്ട, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനു മുമ്പായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. മധുരം ആവശ്യമുള്ളവർക്ക് ഇടുക, ഇല്ലാത്തവർക്ക് വേണ്ട. എന്നാലും ചെറിയൊരു മധുരിപ്പ് ഉള്ളതാണ് അപ്പത്തിന് ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നിട്ട് ഒരു നുള്ളി ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അടച്ച് വയ്ക്കുക. പുറത്ത് വെച്ചാലും മതി, ഇനി തെർമൽ കുക്കറിൽ വെച്ചാൽ നല്ലതായിരിക്കും, പെട്ടെന്ന് സെറ്റായി വരും. അതുകൊണ്ട് ഇത്രയേ പാടുള്ളൂ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നാളെ രാവിലെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ അടിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ നല്ല അപ്പം കിട്ടും കേട്ടോ.